I love you, madam. I love you. Welcome, Chuki. Nice to meet you. അങ്ങനെ രേണു സുധിയുടെ പുതിയ ആൽബം ഇറങ്ങാൻ പോവുകയാണ്. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഞാൻ ഇട്ട പേരാണ് കേട്ടോ. ആ ആൽബത്തിനകത്ത് രേണു സുധി പറഞ്ഞൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പഴയ ആൽബത്തിനകത്തെല്ലാം ഞാൻ ഭയങ്കര എന്താ പറയുക, നാടൻ പെൺകുട്ടിയായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഇതിനകത്ത് കുറച്ച് മോഡേണൊക്കെയാണെന്നാണ് ചേച്ചി പറയുന്നത്. നാടനായിട്ട് അഭിനയിച്ച സമയത്ത് എന്തൊക്കെ ചേച്ചി കാണിച്ചു കൂട്ടിയെന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തം കണ്ട. എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യ മൊത്തം റീച്ചായ ഒരു വ്യക്തിയാണ് അത്. കള്ളിഷാപ്പി കാണിച്ചതും പിന്നെ ദാസറ്റൻ കോഴിക്കോടിനുമായിട്ട്, ദാസറ്റൻ എന്ന് പറയുന്നില്ല, കുക്കും പ്രദാസുമായിട്ടുള്ളതൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇനി മോഡേൺ പെൺകുട്ടിയായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എനിക്ക് സത്യം ഞാൻ രേണുവിൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കിലുക്കത്തിനകത്ത് നമ്മുടെ ജഗതി ഓർമ്മ വന്ന്. കിലുക്കത്തിനകത്ത് ഞാനതിൽ ഒരു വീഡിയോ വെച്ചാൽ നിങ്ങൾ കാണാം. കണ്ണ് കിട്ടൂടാ, കണ്ണ് കിട്ടും അങ്ങനെയൊന്നും പറയാതെ. സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ കൂടെ ഒരു പെണ്ണ് അസിസ്റ്റന്റും കൂടെ വേണം കുട പിടിക്കാനൊക്കെ. ഇനി മുതൽ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. എൻ്റെ ദൈവമേ, തനി ജഗതി. എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്. ഞാൻ ആ ജഗതിയുടെ ആ ഒരു സീനൊന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണും നിങ്ങൾ. എനിക്കിപ്പം പലവരെ ഓർമ്മ വരുന്നു. നമ്മുടെ രേണുവിനെ വിമർശിക്കുന്ന വേറൊരാളെയും കൂടെ ഓർമ്മ വരുന്നു. ഈ രണ്ട് കോമ്പയും കൂടെ കണ്ടപ്പോ താത്തയിൽ സാധനം വളഞ്ഞത് തന്നെ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? തോന്നിയോ ഇല്ലയോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? നീ കണ്ടപ്പോ ആദ്യത്തെ ഓർമ്മ വന്നേ. കൺട്രോൾ തെറ്റിക്കല്ലേ. സത്യം പറയാലോ, ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ടത് അതില റിയാക്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. അവന്റെ എക്സ്പ്രഷനും ശൈലിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവൻ തകർക്കും. വേണ്ട നമ്മൾ റിയാക്ട് ചെയ്തില്ല. ഓക്കെ, ഇനി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നതൊക്കെ ഇത് വെക്കാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനും ചെയ്യും. എന്തായാലും നല്ല ഫ്രണ്ട്സാണ്. ഞാൻ കണ്ടില്ല, ഞാനും തിരക്കായിരുന്നു, അവരും തിരക്കായിരുന്നു. വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം ജാസിയും ഈ പറയുന്ന ജാസിയുടെ കൂട്ടത്തിലെ ശ്രീകുട്ടി, എൻ്റെ പൊന്നോ, ശ്രീകുട്ടിയുടെ കാര്യമൊന്നും പറയണ്ട. ഡാനി നിന്റെ കർണം അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞതാ. പിന്നെ ആ ഏരിയ പോലും നമ്മൾ കണ്ടിട്ടില്ല അവരെ. അത് വേറെ കാര്യങ്ങൾ. നമുക്കിട്ട് പൊട്ടിയപ്പോൾ നമ്മൾ തിരിച്ചിട്ട് പൊട്ടിയായിരുന്നു. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഓക്കെ, ഇനി രേണു പറയുന്ന അടുത്ത് വെക്കാം. ഒരു ആൽബത്തിന് നേരിട്ട് ശ്രീലക്ഷ്മിയെ കണ്ടപ്പം ഞാൻ എൻ്റെ ഒരു മൈൻഡ് ശരിയല്ലാതെ ഞാൻ അവളെ മൈൻഡ് ചെയ്തില്ല. അത് സത്യമാണ്. അപ്പോഴാണ് പിന്നെ അവൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിൽ പോയപ്പോൾ നെഗറ്റീവ് ഓരോ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി, എന്താ പറയാ, നമ്മളെപ്പോഴും അങ്ങനെ ആ സമയത്തെ ആ ഒരു ഇതിന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ശ്രീലക്ഷ്മി ഒരാൾ കുറ്റം പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കാൻ ശ്രീലക്ഷ്മിക്ക് അറിയാം. ഇത് തന്നെ നമ്മൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ പേരിലെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ പിന്നെ നമ്മൾ പൂജിക്കാറില്ലല്ലോ. ശ്രീലക്ഷ്മി വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവളെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് അവൾ നാട് മൊത്തം നടന്നു പറഞ്ഞു. ഓക്കെ, അതിന് ചേച്ചിട്ട് കുറച്ച് ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ ഒന്ന് കാണാം. ഐസ്ക്രീം ഒക്കെ എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ കഴിച്ചല്ലോ. വേണ്ട, നമുക്ക് വേറെ വല്ലതും നോക്കാം. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഷോർട്ട് ഫിലിമോ പിടിക്കുമ്പോൾ ഇതുപോലുള്ള മീഡിയക്കാരെ എന്തിനാണ് വിളിച്ചു വരുന്നത്? അത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പോൾ ഈ മീഡിയക്കാരെ വിളിച്ചു വന്നിട്ട് ഈ പറയുന്ന രേണു സുധിയുടെ ജീവിതകഥകളും ജീവിതത്തിൽ നടന്നതിൻ്റെ ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. ഇവരെന്തുകൊണ്ട് ഇത്രയായിട്ടും കിച്ചുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല? ഈ ഒറ്റ വീഡിയോയിലാണെങ്കിൽ പോലും കിച്ചുവിൻ്റെ കാര്യം ചോദിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അപ്പോൾ രേണു പറഞ്ഞാലും കിച്ചുവിൻ്റെ ഒന്നും ചോദിക്കണ്ട എന്നുള്ള രീതിയിലാണ്. അതേ രേണു വിചാരിച്ചാൽ ഇവന്മാരെ അവിടെ അടുപ്പിക്കാതിരിക്കാനും പറ്റും. പക്ഷേ രേണു അത് വിചാരിക്കുന്നില്ല. കാരണം രേണു റീച്ച് വേണം. അതിന് നമ്മളെപ്പോലുള്ള റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരും വേണം.
അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കിച്ചുവിൻ്റെ ഇട്ട് കൊടുത്താൽ അത് ഇതിനേക്കാളും വലിയ വിവാദമാവും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് അത് ഇടിയിപ്പിക്കുന്നില്ല പുള്ളി, പേടി. പൊരുത്തം വരും. ഓ, ദാസേട്ടൻ കോഴിക്കോടിനെ അപമാനിച്ച് ഇതൊന്നും ചെയ്യാൻ, അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ദാസനെ കൊണ്ട് പറ്റത്തില്ല. കുക്കുംബർ ദാസിനെ അപമാനിച്ച് ഇപ്പൊ രേണുവിന്റെ പുതിയ പാർട്ണർ നല്ല കൂടെ അഭിനയിക്കുന്നവൻ ഇനി വേറെ ഒക്കെ വല്ലതും പറഞ്ഞിറക്കും വേണമെങ്കിൽ, ഡാനി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മോശമല്ലേ? എന്തായാലും രേണു വന്ന വഴി മറന്നു. ഇപ്പം കുക്കുംബർ ദാസിനെക്കാളിലും രേണുവിനാണ് പൈസ കൂടുതലും കിട്ടുന്നത്. ഓക്കെ, ഞാനതൊക്കെ പറയാം, അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. ഓ, നീ നാടൻ ചെയ്തതിൻ്റെ ക്ഷീണം അവിടെ ആർക്കും മാറിയിട്ടില്ല. ഇനി മോഡൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, പിള്ളേരെയൊന്നും വീട്ടിലെ അമ്മമാരും പെങ്ങന്മാരോടും ഒരു കാര്യം, പിള്ളേരെ ഒന്നും ഈ അടുത്ത സമയത്തല്ല ഇനി അങ്ങോട്ട് പോകുന്ന ഒരു 1-2 മാസത്തേക്കൊന്നും ഫോൺ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സോഷ്യൽ മീഡിയയിൽ ചേച്ചിയുടെ പല ഇതും കാണേണ്ടി വരും. ഇവനെ കണ്ടിട്ട് ഒരു യൂട്യൂബറിന്റെ കൂട്ടുണ്ടല്ലോ, എന്റെ പൊന്നല്ല, അവന്റെ പേരെന്തായിരുന്നു? ഒരു യൂട്യൂബറുണ്ട് ഇപ്പൊ ഈ പറയുന്ന താത്തയുടെ കൂടെ ഉള്ള ഒരുത്തരാ. നമ്മൾ പേരൊന്നും പറയുന്നില്ല. അവന്റെ ഒരു കട്ടുണ്ട്. ആരാന്ന് പറയാവോ? നിങ്ങൾ പറ ആരാണ്? താത്തയുടെ കൂടെ ഉള്ള ഒരു യൂട്യൂബർ, ഇച്ചിരി തടിയൊക്കെ ഉണ്ട്. രേണുവിനെ ഭയങ്കര വിമർശനമാണ്. ആ പുള്ളിയുടെ കൂട്ടുണ്ട്. വെണ്ണില എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു ഒന്നും അല്ല കേട്ടോ. വന്ന ഓരോ മാറ്റങ്ങളല്ലേ. നന്ദി പറയേണ്ട രേണു സുധി കേരളത്തിലെ യൂട്യൂബേഴ്സിനോടാണ് നന്ദി പറയേണ്ടത്, പ്രത്യേകിച്ച് അതുൽ വ്ലോഗ്സിനോടും. പിന്നെ എനിക്കും ചെറിയ പങ്കുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഷഫീനയൊക്കെ കയറി വന്നത്. ഇപ്പൊ പിന്നെ ഒടുക്കത്തെ നെഗറ്റീവാ. ആ സമയത്തൊക്കെ രേണുവിനെ ഞങ്ങളെ ഉള്ളായിരുന്നു എടുക്കാനൊക്കെ. പണ്ട് രേണുവിന്റെ കോട്ടയത്ത് ഒന്നും ഒരു മനുഷ്യരും എടുക്കത്തില്ലായിരുന്നു. ഞാൻ നിർബന്ധിക്കടാ, എടുക്ക്. ഇപ്പൊ കേരളത്തിലെ എല്ലാവന്മാരും സ്ഥിരം എടുക്കുകയാണ്. കാരണം റീച്ചുണ്ട്, പിന്നെ നല്ല രീതിയുണ്ട്, റീച്ചും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് മാത്രം കയറുന്നില്ല. ഒരു 15,000 വ്യൂസൊക്കെ എനിക്ക് കയറുന്നുള്ളൂ. എനിക്ക് പിന്നെ പൊളിറ്റിക്സ് ഒക്കെ ഇട്ടാൽ നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ രേണുവിന്റെ കാര്യത്തിൽ എനിക്കത് ശാപം പറ്റി നിൽക്കുവാന്ന് തോന്നുന്നു. റൊമാൻസ് സീനൊക്കെ കണ്ടില്ലേ? ഓക്കെ കൂടുതൽ റൊമാൻസ് ഞാൻ ഇവിടെ വെച്ച് മേക്കപ്പാ. മേക്കപ്പ് ഉണ്ട്. ഇനി ഇവിടെ പിള്ളേരൊക്കെ വന്ന് സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ച് തരാം. പിള്ളേരൊക്കെ വന്നു. പുള്ളിയുടെ തലവര മാറി. ഇതെന്താ രണ്ടും കൂടെ സ്ട്രോ ഇട്ട് കുടിക്കുന്നു? ഇതുപോലുള്ള ആൽബത്തിന്റെ ഒക്കെ സീൻ എടുത്ത് വെച്ചിട്ട് ഇവന്മാർ സോഷ്യൽ മീഡിയ കാണിക്കുന്നത് എന്തിനാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നമുക്കടുത്ത് റിയാക്ട് ചെയ്യാം, വിഷയമില്ലല്ലോ. അവർക്കില്ലെങ്കിൽ വിഷയം എന്താ? പിന്നെ ചേച്ചി പോയ പോക്കാണ് എനിക്ക് അത്ഭുതപ്പെടുത്തിയത്. എനിക്ക് അതിന് അണ്ണന്റെ ഒരു സ്റ്റൈലും പ്രസംഗം ഒക്കെ ഉണ്ടാണ്. കൊള്ളാം. സെക്കൻഡിൽ അവരെ കണ്ണിലേക്ക് നോക്കിയാൽ പിന്നെ ഇതുപോലെ ഒത്തിരി ചേട്ടാ ഫോട്ടോ
ഇതെന്താണ് നിങ്ങളെ ആരെങ്കിലും പൊക്കിയാ? പുള്ളി ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, പുള്ളി ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. വന്ന വഴി ആരും മറക്കാറില്ല ബ്രോ, അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വന്ന വഴിയൊന്നും മറക്കാറില്ല രേണു സുധി, പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ പുതിയ ആൽബം. ഞാൻ ഈ മീഡിയക്കാരോട് നമ്മൾ സ്ഥിരം പറയുന്നത് തന്നെ, നീയൊക്കെ കൂടി ഇങ്ങനെ വാലും പൊക്കിയായിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് ചെല്ലുകയൊക്കെ ചെയ്യും. പക്ഷെ കിച്ചുവിന് ഒറ്റ ചോദ്യം ചോദിച്ചില്ല. അവിടെ അത് രേണു വിലക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പല കാര്യങ്ങളും വിലക്കിയായിരുന്നെങ്കിൽ പല സീനുകളും ഒഴിഞ്ഞേനെ. അത് ഇന്നെങ്കിലൊക്കെ ഒരു നാളെ മനസ്സിലാക്കുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.